ഹായ്, ഇന്ന് ഓവനില്ലാതെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വിസ് റോളിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതായത് റെഡ് വെൽവെറ്റ് തീമിലാണ് ഞാൻ ഈ സ്വിസ് റോൾ റെഡിയാക്കി എടുക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തന്നെ അതിൻ്റെ തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കൺ കൂടി വരും. അതും കൂടി മറക്കാതെ പ്രസ് ചെയ്യുക. ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിനായിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. നമ്മൾ സാധാരണ കേക്കിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം മൈദ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് മതി ബേക്കിംഗ് സോഡ, പിന്നെ അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇത് നന്നായിട്ട് തന്നെ നമുക്ക് ഒന്ന് അരിച്ചെടുക്കണം. 1-2-3 തവണ അരിച്ചെടുത്താൽ അത്രയും നല്ലത്, നല്ല സോഫ്റ്റായി കിട്ടും. ഞാനിപ്പോൾ അരിച്ചെടുത്തതിന് ശേഷം ഒന്നങ്ങ് മിക്സ് ചെയ്തും കൂടി എടുക്കുന്നുണ്ട്. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളത് 2 മുട്ടയാണ്. ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യം ഒന്നങ്ങ് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അത്യാവശ്യം നല്ല ഫ്ലഫി കിട്ടുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ ബീറ്റർ തന്നെ വേണമെന്നോ യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് വിസ്ക് വെച്ചിട്ട് അടിച്ചെടുത്താലും മതി, അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ ചെയ്തെടുത്താലും മതി. മിക്സിയിൽ കേക്ക് ബാറ്റർ ഉണ്ടാക്കുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു കേക്കിൻ്റെ വീഡിയോയിൽ. അതിൻ്റെ വീഡിയോ ലിങ്ക് മുകളിൽ വരുന്ന ഐ ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. ഞാനിതിപ്പോൾ റെഡ് കളറിലാണ് ചെയ്യുന്നത്. അപ്പോൾ 2-3 ഡ്രോപ്പ് റെഡ് കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. റെഡ് വെൽവെറ്റിനൊക്കെ എടുക്കുന്ന ജെൽ കളറോ പിന്നെ ലിക്വിഡ് കളറോ ഏത് കളറും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ലിക്വിഡ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അത് ഇതിലേക്ക് 2 ബാച്ചാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഒന്നിച്ചങ്ങ് ചേർക്കണ്ട, 2 ബാച്ചായിട്ട് ചേർത്താൽ മതി. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. റോളിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും കട്ടകളില്ലാതെ തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ അധികം ബലം കൊടുക്കണ്ട. ബലം കൊടുക്കുമ്പോൾ നമ്മുടെ ഇതിൻ്റെ ആ ബേസില്ലേ, അതിൻ്റെ സോഫ്റ്റ്നെസ് അങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ ഇനി നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഫ്രൈ പാനിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിലേക്ക് ഞാനിപ്പം ഒരു ടീസ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഇത് വെക്കേണ്ടത്. ഫ്ലെയിം കൂടിപ്പോകരുത്. പെട്ടെന്ന് നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് തന്നെ ഫ്ലെയിം കൂടിയിട്ടാണ് ഉള്ളതെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ കറക്റ്റ് 6 മിനിറ്റാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതങ്ങ് കവർ ചെയ്യുന്നുണ്ട്. ഇത് പൊങ്ങി വരുന്ന സമയത്ത് നടുഭാഗോ സൈഡോ ഒന്നും വിണ്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ വീഡിയോയിലായതുകൊണ്ട് കുറച്ച് പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ലിഡ് വെച്ചിട്ട് തന്നെ അങ്ങ് കവർ ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ലോ ഫ്ലെയിമിൽ കറക്റ്റ് 6 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ അടിഭാഗമൊന്നും ഒട്ടും കരിഞ്ഞിട്ടില്ല. ഇതുപോലെ സ്പാച്ചില വെച്ചിട്ട് ഒന്നിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടിക്കൊന്നും പിടിക്കില്ല, അടിഭാഗം കരിഞ്ഞിട്ടും ഇല്ല. നമുക്കിത് ഒരു ഫോയിൽ പേപ്പറിലേക്ക് മാറ്റാം. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് റോൾ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ചൂടാറി കിട്ടിയിട്ടുണ്ട്. നല്ലോണം ഫോൾഡ് ചെയ്തിട്ട് ആ സൈഡൊക്കെ ഒന്ന് ചുരുട്ടി നല്ല ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു അരമണിക്കൂറാണ് ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്.
ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ വേണ്ടത് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വിപ്പിംഗ് ക്രീമാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ജാം യൂസ് ചെയ്യാം, ചോക്ലേറ്റ് സോസ്, ന്യൂട്ടല്ല, പിന്നെ എന്ത് വേണമെങ്കിലും, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സാധാരണ നമ്മൾ കേക്കിനൊക്കെ ഐസിങ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീമില്ലേ, അത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. മാക്ടോപ്പിൻ്റെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. ആ ക്രീം അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ക്രീമാണ്. നാട്ടിലെ ഫിയോണയും റിച്ചൊക്കെ പോലെ തന്നെ നല്ല ടേസ്റ്റുള്ളൊരു ക്രീമാണ്. അപ്പം പ്രത്യേകിച്ച് ഇതിൻ്റെ ഉള്ളിൽ വേറെ നന്നായിട്ട് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട്, നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഫോയിൽ പേപ്പർ മാറ്റിയതിന് ശേഷം നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. 2 സൈഡും ഒന്ന് അങ്ങ് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. നല്ല ഈസി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് സ്വിസ് റോളിൻ്റെ റെസിപ്പിയാണിത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഫില്ല് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഇത് ഞാനിപ്പോൾ ഒരു റെഡ് വെൽവെറ്റ് തീമിൽ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കളർ ചേർക്കണം നിർബന്ധമൊന്നുമില്ല, പിന്നെ സാധാരണ പോലെ ചെയ്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.